അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നം കാണുന്നതിനെ ഞാൻ തടയേണ്ടയാളല്ലല്ലോ. അതൊരു സ്വപ്നാടനത്തിൻ്റെ ഭാഗം മാത്രമാണ് ആ പറയുന്ന കാര്യങ്ങൾ. അന്നത്തെ ഞാനും അക്കാലത്തെ കെ സുധാകരനും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മോഹം ഉണ്ടായിട്ടുണ്ടാവും, ഈ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തണമെന്ന്. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ വന്നാലല്ലേ, യഥാർത്ഥത്തിൽ സംഭവിച്ചാലല്ലേ അത് സംഭവിച്ചതായിട്ട് പറയാൻ പറ്റുക. എന്നോട് അദ്ദേഹത്തിന് ചിലപ്പോൾ രണ്ട് ഭാഗത്തായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു വിരോധപരമായ സമീപനമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അന്ന് ഇന്നത്തെ സുധാകരനല്ലല്ലോ, വിദ്യാർത്ഥിയായിട്ടുള്ള സുധാകരനല്ലേ. അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ എന്നെ കിട്ടിയാലൊന്ന് തല്ലാമെന്നും വേണമെങ്കിലൊന്ന് ചവിട്ടി വീഴ്ത്താമെന്നൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താ? ഞാനതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ ഇതല്ലാതെ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു, സുധാകരനെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ, എന്താണ് പ്രസിഡന്റ് ആയതിനെ പറ്റിയത്. ഞാനന്ന് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ആ പാർട്ടിക്ക് അദ്ദേഹമാണ് KPCC പ്രസിഡന്റ് ആകേണ്ടതെന്ന് തോന്നിയാൽ അദ്ദേഹത്തെ ആക്കുന്നു. അതിനെക്കുറിച്ച് ഞാനെന്ത് അഭിപ്രായം പറയാനാണ്? ഇതാണ് ഞാൻ പറഞ്ഞൊരാശയം വന്നു. അത് സുധാകരനെക്കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. ഞാനെന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യം? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത്. ഈ പറയുന്ന കാര്യം ആ കാലത്ത് KSFൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ് ഞാൻ. ഒരു ക്ലാസ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിരുന്നു. ക്ലാസ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത് അന്നൊരു പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതേണ്ട ആളാണ് ഞാൻ. നേരത്തെ ഇത്തരമൊരു പരീക്ഷാ ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത KSU നേതാവ്, അദ്ദേഹം കേരളത്തിലൊരു വളരെ പ്രധാനിയായിട്ടുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹം പരീക്ഷ എഴുതിയിരുന്നു. ആ പരീക്ഷ എഴുതിയെ വിമർശിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരീക്ഷ എഴുതണ്ടെന്ന് വെച്ചു. പക്ഷെ എഴുതണ്ടെന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും അസുഖമായി പോയതുകൊണ്ട് പോയില്ല എന്നല്ലേ വരൂ. ഞാൻ കോളേജിൽ പോയി പരീക്ഷ എഴുതാതിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഞാൻ അവിടെ ഉണ്ട്, കോളേജ് ഉണ്ട്. ഇപ്പോൾ പരീക്ഷാ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള സമരം നടക്കുകയാണ്. ആ സമരം നടക്കുമ്പോൾ നമ്മുടെ KSF ആണെന്ന്, KSFൻ്റെ പ്രവർത്തകരും KSUക്കാരാണ് ഇതിനെ തടയാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഒരു സെറ്റ് ഇതിൻ്റെ ഭാഗമായൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ കോളേജ് വിട്ട സമയമാണത്, പരീക്ഷ എഴുതാൻ പോയതാണ്. അപ്പോൾ കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക് കോളേജിനകത്ത് ഞാൻ ചെല്ലുമ്പോഴുള്ള എൻ്റെ പരിമിതിയുണ്ട്. ആ പരിമിതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണൊരു വല്ലാത്ത സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഈ സുധാകരൻ അപ്പോൾ ഉണ്ട്. സുധാകരനെ എനിക്കന്നറിയില്ല, സുധാകരൻ ആ കൂട്ടത്തിലുണ്ട്. അന്നത്തെ എല്ലാവരും ചെറുപ്പകാലമല്ലേ, വിദ്യാർത്ഥികളല്ലേ, ഇന്ന് കാണുന്ന രീതിയൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എന്താ, ഈ സംഘർഷത്തിൽ ഞാൻ ഉൾപ്പെടാതിരിക്കണം. ബ്രണ്ണൻ കോളേജിൽ വിട്ടൊരു കാലം നിലക്ക് കോളേജിനകത്ത് ചെന്ന് അവിടെയുള്ളൊരു സംഘർഷത്തിലുണ്ടായി, ഒരു അടിപിടിയിലുണ്ടായി എന്നൊരു നില വരരുത്. ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ സംഗതി കൈവിട്ടു പോകുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. അയാളെ ശരീരം തൊട്ടില്ല, അയാളെ ഒന്നും ചെയ്തില്ല. ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. ഇപ്പോൾ ഇടിക്കുന്ന പോലെയല്ല കേട്ടോ, ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ്. ഈ
ഇടിയിൽ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാവുകയാണ്. സ്വാഭാവികമായി അതിൻ്റെ പിന്നാലെയുള്ള ചില വാക്കുകളും വരും. അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇയാളുടെ നേരെ അപ്പോൾ ഇയാളുടെ നേതാവായിട്ടുള്ള ബാലനുണ്ട്. ബാലനൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്, ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയുന്നതാണ്. ബാലൻ വന്ന് എന്നെ നേരെ ഇങ്ങനെ പിടിച്ചു, അയ്യോ വിജയ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞ വാചകം ഇന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, പിടിച്ചു കൊണ്ടുപോടാ, ആരാ ഇവൻ? ഇവനെയും പിടിച്ച ആളുകൾ അങ്ങോട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. അത്രയും സുധാകരൻ ഇപ്പോൾ മനസ്സിലാക്കിക്കോ, അവിടെ അത് നിന്നത് ബ്രണ്ണൻ കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക് കോളേജിൽ പരീക്ഷ എഴുതാൻ പോയ ഒരാൾ മാത്രമായതുകൊണ്ടാണ് എന്നതും ഓർത്താൽ നല്ലത്. പിന്നെയല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കണക്കുകൂട്ടൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു കണക്കുകൂട്ടൽ. അദ്ദേഹം പറയാണ്, ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്വയം പുകഴ്ത്തലായിട്ട് വന്നു, അതുകൊണ്ട് എല്ലാ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഏതോ ഒരു ഫ്രാൻസിസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫ്രാൻസിസ് എപ്പോഴും കത്തിയും കൊണ്ട് നടക്കുന്നയാളാണ്. ഞങ്ങളാരും ഇതൊന്നും കാണാത്തവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കത്തിയും കൊണ്ടൊക്കെ നടക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടില്ലേ, അതൊന്നും കാണാത്തവരെല്ലാവരും. അപ്പം ഞാനെന്തോ അവിടെ ആൽത്തറയിൽ വെച്ച് സംസാരിക്കുകയാണ് ഒരു പൊതുയോഗത്തിൽ. ഈ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞു. ഫ്രാൻസിസ് അപ്പോൾ ചാടി വീണ് ഈ സ്റ്റേജിലേക്ക് ചാടി കയറി, എന്നിട്ട് മൈക്കെടുത്ത് എൻ്റെ തലക്കടിച്ചു. അപ്പം ഞാൻ മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇവരെല്ലാവരും കൂടി വന്ന് പിന്നെ എന്നെ അടിച്ച് വീഴ്ത്തി എന്നാണ് പറയുന്നത്. അതും അദ്ദേഹത്തിൻ്റെ ഒരു മോഹമായിരിക്കാം. ഈ ഫ്രാൻസിസ് ഞാൻ കോളേജ് വിടുന്നവരെ അവിടെയില്ല. എൻ്റെ ശരീരത്തിനടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ടാവും ഇത് ആക്രമിക്കാൻ. പക്ഷേ ആരും ശരീരത്തിനടുത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. നേരത്തെ പോലീസുകാർ ചെയ്തത് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായിക്കോളൂ. അത് സുധാകരൻ പറയുന്നുണ്ടല്ലോ, അയാൾ കളരി പഠിച്ചു. ആ കളരി പഠിച്ചതുകൊണ്ടൊന്നുമല്ല, ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. ബ്രണ്ണൻ കോളേജിൽ KSUവിന് മൃഗീയ ആധിപത്യമുള്ള കാലത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അന്നത്തെ ഒരു വലിയ നിര എന്തിനും പോരുന്നവർ ഉണ്ടായിരുന്നു. സുധാകരനേക്കാളും തടിമെടുക്കുള്ളവരടക്കം. പേരുകളെല്ലാം എൻ്റെ നാക്കിൻ തുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത്. അതിൻ്റെയൊക്കെ കഥകളുണ്ട്. ആ കഥകൾ അന്നത്തെ എൻ്റെ ഭാഗമായി ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളില്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതൊക്കെ. എങ്ങനെയാണ് ഇത്രയും പൊങ്ങച്ചം പറയാൻ പറ്റുന്നത്? എന്താവശ്യത്തിനാണ് ഇത് പറയുന്നത്? പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ സുധാകരനെ പറ്റി സുധാകരൻ്റെ അനുയായികളായിട്ടുള്ളവർ അല്ല, സഹപ്രവർത്തകരായിട്ടുള്ളവർ, ഇപ്പോഴാണല്ലോ KPCC പ്രസിഡന്റ്, അതിനു മുമ്പിൽ സഹപ്രവർത്തകരായിട്ടുള്ളവർ പറഞ്ഞെന്താ? അതിലാണ് P. രാമകൃഷ്ണനെ ഓർക്കേണ്ടത്. P. രാമകൃഷ്ണൻ കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനതൊന്നും പറയാൻ ആളല്ല കേട്ടോ, ഞാനൊന്നും പറയേണ്ട ആളല്ല. പക്ഷേ വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ സമൂഹം അറിയേണ്ടതില്ലേ, അതുകൊണ്ട് മാത്രം പറയുകയാണ് ഞാൻ. ഈ പറയുന്നത് ശരിയാണെന്നൊരു അഭിപ്രായവും എനിക്കില്ല. പക്ഷേ വല്ലാതെ ശബ്ദിച്ചുകൊണ്ട് വരുമ്പോൾ ചിലത് അങ്ങോട്ടും പറയണ്ടേ. ഞാനായിട്ട് പറയുന്നില്ല, രാമകൃഷ്ണൻ പറഞ്ഞത് ഓർക്ക്. രാമകൃഷ്ണൻ പറഞ്ഞ ഒരു വാചകം, പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് സുധാകരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പലരെയും കൊന്നു പണമുണ്ടാക്കി. പിണറായി വിജയൻ പറഞ്ഞതല്ല, P. രാമകൃഷ്ണൻ എന്ന കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. വിദേശ കറൻസി ഇടപാടുള്ള സുധാകരന് ബ്ലേഡ് കമ്പനികളുണ്ട്. മണൽ മാഫിയയുമായും നേരിട്ട് ബന്ധമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ആളല്ല സുധാകരൻ. നേതാക്കൾക്ക് അയാളെ പേടിയാണ്. കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച പണം സ്വന്തം പോക്കറ്റിലാക്കുന്നു. രാമകൃഷ്ണന്റെ വാചകങ്ങൾ എന്തായിരുന്നു എന്ന് സുധാകരൻ ഓർക്കുന്നത് നല്ലതാണ്. അലഞ്ഞു നടന്നു വന്ന റാസ്കലാണ് സുധാകരൻ.
ഭീരുവുമാണ്. ജയിച്ചതിന് ശേഷം MP തിരിഞ്ഞു നോക്കാത്ത പ്രദേശങ്ങൾ കണ്ണൂരിലുണ്ട്. സുധാകരൻ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് കാസർഗോഡ്, കണ്ണൂർ, വടകര മേഖലകളിൽ കൂടുതൽ തോൽവിയുണ്ടാകുന്നത്. ഞങ്ങളാരും പറഞ്ഞതല്ല, CPM-കാർ പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ ഏറ്റവും അടുത്തറിയാവുന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ സുധാകരനോടൊപ്പം ഉണ്ടായിരുന്നവരെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാനതൊന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതിൽ അദ്ദേഹം പുഷ്പരാജിൻ്റെ കാര്യം പറയുന്നുണ്ട്, പ്രശാന്ത് ബാബുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവരുടെ എന്തായിരുന്നു രീതികൾ എന്നത് പറയുന്നുണ്ട്. പ്രശാന്ത് ബാബു ആ കാലത്ത് പറഞ്ഞതിനെക്കുറിച്ച് രാമകൃഷ്ണൻ പറയുന്നുണ്ട്. പുഷ്പരാജും പ്രശാന്ത് രാജും എങ്ങനെ സുധാകരനെതിരായി വന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുഷ്പരാജിനെ ആക്രമിച്ച് കാൽ തകർത്തതിനെപ്പറ്റി രാമകൃഷ്ണൻ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം രാമകൃഷ്ണൻ പറയുന്നൊരു കാര്യം, DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ തൻ്റെ ശവഘോഷയാത്രയും കോലം കത്തിക്കലും DCC ഓഫീസിൽ നിന്ന് പുറത്താക്കലും നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാർ പാർട്ടിയെ നശിപ്പിക്കാനല്ലേ കൂട്ടുനിന്നത്? സുധാകരൻ്റെ ചെയ്തികൾ തുറന്നു പറഞ്ഞതിന് DCC ഓഫീസിൽ കയറാൻ സമ്മതിച്ചില്ല. ആരെ? DCC പ്രസിഡന്റായ രാമകൃഷ്ണനെ. ഗൂണ്ടകൾ തനിക്കെതിരെയും ബോംബ് ഭീഷണി മുഴക്കി. നല്ല രീതിയിൽ പാർട്ടിയെ നയിക്കുന്ന ഘട്ടത്തിലാണ് തന്നെ വലിച്ച് താഴെയിറക്കി പാർട്ടിയെ അനാഥമാക്കിയത്. ഇപ്പോൾ രാമകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും പൊതുവേദിയിൽ ലഭ്യമാണ്. സുധാകരനോടൊപ്പം അതേ കളരിയിൽ പയറ്റിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മമ്പറം ദിവാകരൻ, നിങ്ങൾക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ചിരി വരുന്നത്. മമ്പറം ദിവാകരൻ ആരാണ് എന്നൊക്കെ സുധാകരനോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖം, അത് ഞാൻ ഉദ്ധരിക്കാം. DCC അംഗം പുഷ്പരാജിൻ്റെ കാൽ ഗൂണ്ടകളെ ഉപയോഗിച്ച് അടിച്ചു തകർത്തതടക്കം ഒരുപാട് സംഭവങ്ങളുണ്ട്. തൻ്റെ പക്കലുള്ള ഫോട്ടോകളും തെളിവുകളും പുറത്തുവിട്ടാൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും സുധാകരനെ KPCC പ്രസിഡന്റാക്കണമെന്ന് പറയില്ല. എന്നിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്, ഇവർ രണ്ടാളും ഒരേ ശരീരക്കൂറുകാരായിരുന്നു. പക്ഷേ ദിവാകരൻ വെളിപ്പെടുത്തുകയാണ്, തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വെച്ച് തന്നെ കൊല്ലാനും ശ്രമം നടന്നതായി ആ ഇൻ്റർവ്യൂവിൽ ഈ മമ്പറം ദിവാകരൻ വെളിപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ. ആ ചോദ്യങ്ങളിൽ ഒന്ന്, DCC ഓഫീസിന് പിരിച്ച കോടികൾ എവിടെ? കണ്ണൂർ DCC ഓഫീസിനും കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ പേരിൽ ചെറക്കൽ രാജാസ് സ്കൂൾ വാങ്ങാനും വേണ്ടി പിരിച്ചെടുത്ത കോടികൾ എവിടെ? കണ്ണൂരിൽ DCC ആസ്ഥാനം പുതുക്കിപ്പണിയാൻ പൊളിച്ചിട്ടിട്ട് 9 വർഷമായി. എത്ര തവണ പിരിച്ചിട്ടും കെട്ടിടം ഉയർന്നില്ല. കെട്ടിടം പൂർത്തിയാകാൻ ഇനിയും 30 ലക്ഷം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പലതവണയായി പിരിച്ച പണമെല്ലാം ഇവിടെ പോയി? ചെറക്കൽ സ്കൂൾ വാങ്ങാൻ സുധാകരന്റെ നേതൃത്വത്തിൽ ഗൾഫിൽ നിന്നുൾപ്പെടെ 30 കോടി രൂപയാണ് പിരിച്ചത്. സ്കൂൾ വാങ്ങിയതുമില്ല. ആ തുക എവിടെ? ഇനി സുധാകരൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലം, ഞാനതിൽ കക്ഷിയല്ല, പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരനും അന്ന് കോളേജിൽ പഠിച്ചിരുന്നതുമായ AK ബാലൻ, അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതും മറന്നുപോണ്ട. 67-69 കാലത്ത് സപ്തകക്ഷി മുന്നണിയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ CH മുഹമ്മദ് കോയ. അദ്ദേഹം ബ്രണ്ണൻ കോളേജ് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോയി. ആ പുതുക്കിയ ഹാളിൻ്റെ ഉദ്ഘാടനത്തിന് ഇപ്പം ഞാൻ പോയപ്പോൾ, അതിൻ്റെ പിന്നീട് പുതുക്കൽ നടന്നു. ആ ഉദ്ഘാടനത്തിന് പോയപ്പോൾ സഖാവ് ബാലൻ എന്നോട്, അന്ന് സഖാവ് ബാലൻ നിയമമന്ത്രിയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ കാര്യം. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ
CH മുഹമ്മദ് കോയക്കെതിരെ കരിങ്കൊടി കാട്ടി ചെരിപ്പെറിഞ്ഞു. ആ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അന്ന് മുഹമ്മദ് കോയക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം മുഴക്കി ചടങ്ങ് സുഗമമായി നടത്താനായത് അന്നത്തെ ഈ പറഞ്ഞ AK ബാലൻ അടക്കമുള്ള പ്രവർത്തകരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ഈ പറയുന്ന വീരവാദം മുഴക്കിയ സുധാകരൻ ആ സംഭവം ഇപ്പൊ മറന്നിട്ടുണ്ടാവില്ലല്ലോ. അർദ്ധനഗ്നനായി ആ കോളേജ് ചുറ്റിപ്പിച്ചില്ലേ അവര്? സുധാകരന്റെ ഈ അതിക്രമത്തെ തടയാൻ വേണ്ടി ഇറങ്ങിയ വിദ്യാർത്ഥികള് നേരെ ഡ്രസ് ഇട്ടുകൊണ്ടായിരുന്നോ നടന്നത് ബ്രണ്ണൻ കോളേജിന്റെ ചുറ്റും സുധാകരൻ? അപ്പോൾ വെറുതെ വലിയ പൊങ്ങച്ചം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ പല മോഹങ്ങൾ സുധാകരൻ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം കാലത്ത് എൻ്റെ വീട്ടിൽ സുധാകരൻ്റെ അടുത്തൊരു സുഹൃത്ത്, ഈ മമ്പറം ദിവാകരനെ പോലെ തന്നെയുള്ള മറ്റൊരു സുഹൃത്ത്, ഇവരെല്ലാം ഒരേ കാലത്താണല്ലോ, എൻ്റെ അതേ പ്രായമല്ലെങ്കിലും വലിയ വ്യത്യാസം ഞങ്ങൾ തമ്മിലില്ലാലോ. ആ സുഹൃത്ത് എൻ്റെ അടുത്ത് വരികയാണ്, വീട്ടിൽ വരികയാണ്, നന്ന കാലത്താണ്. അപ്പം എനക്കൊരാശ്ചര്യമായി, ഇതെന്താ കഥ? ഇയാൾ സാധാരണ അങ്ങനെ വരേണ്ട ഒരാളല്ല. അയാൾ വലിയ രാഷ്ട്രീയ ശത്രുവായി നിൽക്കുന്ന ഒരാളാണ്. കണ്ണൂരിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, അത് വെച്ച് എന്താ വന്നതെന്ന് എനിക്കൊരാശ്ചര്യമായി. അപ്പോൾ അയാൾ തന്നെ തുടങ്ങുകയാണ്, ഇപ്പം അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് മാത്രമല്ല, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം സുധാകരൻ്റെ ഒരു ഫൈനാൻസിയർ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വന്നതിൽ നിങ്ങൾക്ക് ആശ്ചര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അതെ അതുണ്ട്, എന്താ നിങ്ങൾ വന്നത്? അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അത് വളരെ രഹസ്യമായിട്ട് പറയേണ്ടതാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അന്നേരം പറയാണ്. വീട്ടിൽ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ പറയാണ്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചു. അത് അല്ല, നിങ്ങൾ ചിരിക്കുക ചെയ്യാതെ എനിക്കറിയാം, അതല്ല ഞാൻ പറയുന്നത്. ഈ സുധാകരൻ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ തന്നെ, പക്ഷെ ഒരു വലിയ പ്ലാനുമായിട്ടാണ് നടക്കുന്നത്. ഞാൻ എന്താ, നിങ്ങളെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടിയുണ്ട്. ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടുണ്ട്, സുധാകരന് ഇവർ വലിയ സുഹൃത്തുക്കളാണ് ഇവർ തമ്മിൽ. ഇത് പഞ്ചാബൊന്നും അല്ല കേട്ടോ, വേണ്ടാത്ത കാര്യത്തിനൊന്നും മെനക്കെടരുത്. അങ്ങനെ വന്നാൽ ഇവിടെ കത്തും, വേണ്ടാത്ത ഒരു പണിയും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ഒരു രീതി വെച്ചാൽ എനിക്കൊരു വിശ്വാസം വരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഞാൻ അയാളെ പേര് വിളിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാനെന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോൾ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആലോചിക്കണം, എനിക്ക് എൻ്റെ ഭാര്യയോട് പറയാൻ പറ്റുമോ? പിന്നെ ഭാര്യയ്ക്ക് മനസ്സമാധാനമുണ്ടോ? കുട്ടികളെയും കൊണ്ട്, ആ 2 കുട്ടികളുടെയും കൈയും പിടിച്ച് സ്കൂളിൽ പോകുന്ന കാലം അത്. തലശ്ശേരി സെൻറ്റ് ജോസഫിൽ മകൻ പോകുന്നു, മകള് അവിടുത്തെ കോൺവെൻറ്റ് പോകുന്നു. സെൻറ്റ് ജോസഫിൽ ഭാര്യ പഠിപ്പിക്കുന്നു. ആ 2 കുട്ടികളെയും കൈയും പിടിച്ചാണ് ബസ് ഇറങ്ങിയാൽ കൈ പിടിച്ച് പോകേണ്ടത്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരോടും ഞാൻ പറയാൻ പോയില്ല, ഒരാളോടും പറഞ്ഞില്ല. ഇതെല്ലാം കടന്നു വന്നതാണ്. മോഹങ്ങൾ പലതുണ്ടായിട്ടുണ്ടാവും. ആ മോഹങ്ങൾ കൊണ്ടൊന്നും വിചാരിക്കുന്നത് പോലെ വിജയനെ വീഴ്ത്താൻ കഴിയില്ല എന്നത് ഇതേവരെയുള്ള സുധാകരൻ്റെ അനുഭവമാണ്. പിന്നെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹം 3 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പം അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ അതിൻ്റെതായ ചില തികട്ടലുകൾ ഇപ്പോഴും വന്നിട്ടുണ്ട്. BJPയുമായി യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പോകും, അതിൽ തർക്കമെന്താ? ഇപ്പോൾ പറയുന്നു കേരളത്തിലെ മുഖ്യശത്രു BJP ആണ് എന്ന്. അല്ല, BJP അല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യശത്രു CPIM ആണ് എന്ന്. അതല്ലേ സുധാകരൻ്റെ വാക്ക്? ഞാനന്ന് പറഞ്ഞല്ലോ നിങ്ങളോട്, എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് പറയാനുള്ളത്? ആരും പറയുന്നത് കേട്ടില്ല. കുറച്ച് നീണ്ടുപോയി, പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ പറയാതിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം.